രണ്ട് ഭാര്യമാരെയും കൊണ്ട് പേക്കൂത്ത് കാണിക്കുന്ന ഒരുത്തനിക്ക് കോടതി കൂട്ടിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് അതാണ്. ആക്ച്വലി നമ്മുടെ സൊസൈറ്റിയിൽ രണ്ട് ഭാര്യമാരെ കൊണ്ട് പേക്കൂത്ത് കാണിച്ചു കഴിഞ്ഞാൽ എന്തോ ആക്സെപ്റ്റൻസ് കിട്ടുമെന്ന് തെറ്റിദ്ധരിക്കുന്ന കുറേ അലവലാദികളുണ്ട്. അവർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ ഈ കോടതി കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ആ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന ആള് ദവീന്ദർ രാജ്പുത്ത് എന്നാണ്. ആക്ച്വലി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. ഇങ്ങനെയൊരു വിഷയത്തിൽ ഒരു അഡ്വക്കേറ്റ് ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാര്യമാണ് ഒരു വക്കീൽ എന്ന നിലയിൽ ഈ ദവീന്ദർ ചെയ്തിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള രാജ്പുത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞൂടെ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളവരൊക്കെയാണ് ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർ. അപ്പം ഇത് നിരന്തരമായി ഇപ്പം ഇയാളുടെ പേര് അർമാൻ മാലിക് എന്നാണ്. അർമാൻ മാലിക് എന്ന് പറയുന്ന വ്യക്തി ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. കൂടെ ഈ ബിഗ് ബോസ് സീസൺ 2 ഹിന്ദി സീസൺ 2 പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമാണെന്നും അവർക്ക് എന്തോ ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ബിഗ് ബോസിലേക്ക് എടുക്കുന്നതെന്നില്ല. സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, ഇതിപ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെങ്കിലും പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണെങ്കിലും കുറച്ചധികം വൈറലായി നിൽക്കുന്നവരാണ് അവർ ചൂസ് ചെയ്യുന്നത്. ബിക്കോസ് അത്രയും ഓഡിയൻസ് അവർക്ക് കയറും എന്നുള്ളതാണ് ഈ ബിഗ് ബോസിലെ ഒരു മാനദണ്ഡം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണല്ലോ ഇവിടെ ഇപ്പം രേണു സുധിക്കൊക്കെ എന്ത് ക്വാളിറ്റി ഉണ്ടായിട്ടാണ് ബിഗ് ബോസിലേക്ക് എടുത്തത്? ഐ ഡോണ്ട് തിങ്ക് അവർ ഇവിടെ എന്തെങ്കിലും നന്മ ചെയ്തതായിട്ട് ഒന്നുമില്ല. ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ളതിലാണ് രേണു സുധി അതിനകത്ത് കയറിയിട്ടുള്ളത്. അപ്പം ബിഗ് ബോസിലേക്ക് കയറി എന്നുള്ള ഒരൊറ്റ പ്രിവിലേജ് കൊണ്ട് ഫേമസ് ആയ കുറേയധികം വ്യക്തികളുണ്ട്. പിന്നെ തൻ്റെ ഒരു അഭിസാരിക വൃത്തി, ഈ അഭിസാരിക എന്നുള്ളതിൻ്റെ അഭിസാരകൻ എന്ന് പറയാം, മറ്റൊരു വേർഡ് പറഞ്ഞാൽ നമുക്കത് പ്രശ്നം വരും. അതുകൊണ്ടാണ് ഈ പുരുഷന്മാർ ചെയ്യുന്നത് ഒരു പ്രത്യേക തരം വേശ്യാവൃത്തിയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു മകൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരം വേശകൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. ഒരു മാന്യതയും ഇല്ലാത്ത വൃത്തികെട്ടവന്മാരാണ്. സ്വന്തം കാമപൂർത്തീകരണത്തിനായി ഭാര്യമാര എന്ന പേരിൽ വീട്ടിൽ കുറേ എണ്ണത്തിനെ വെച്ചിട്ട് ഇതെൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ അവകാശമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ അർമാൻ ഖാൻ എന്ന് പറയുന്ന വ്യക്തി മുസ്ലിമാണെന്നാണ് തെറ്റിദ്ധരിച്ചിരുന്നത്. അയാളുടെ യഥാർത്ഥ പേര് ദീപക് എന്നാണ്. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഇതിൽ രണ്ട് ഭാര്യമാരെ വെച്ചിട്ടാണ് ഇയാൾ ഈ യൂട്യൂബ് ചാനൽ നടത്തുകയും യൂട്യൂബ് ചാനലിൽ കൂടി ഇയാൾ കാണിക്കുന്ന അത്രയും പോക്കൃത്തരങ്ങൾ നമ്മൾ കാണേണ്ടി വരികയും ചെയ്യുന്നത്. ഇതിലെ ഭാര്യമാർ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങൾക്ക് തോന്നിയ കണക്ക് ഞങ്ങൾ ചെയ്യും, നിങ്ങളാരാ, ഹൂത എല്ലാം അറിയൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഞങ്ങൾക്ക് വഴങ്ങും എന്നുള്ളതാണ് എനിക്ക് ഇതിനുള്ള മറുപടി പറയാനുള്ളത്. നിങ്ങളെ പോലെ നിങ്ങളുടെ വീട്ടിലുള്ള കാണിക്കുന്ന ഈ പേക്കൂത്തുകളെ പോലെ നാളെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ആണുങ്ങൾ 4 പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തിയിട്ട് ഇത് ഞങ്ങളുടെ ഭാര്യമാരാണ്, ഞങ്ങൾ ഇവിടെ വേശ്യാലയം നടത്തുമെന്ന് പറഞ്ഞാൽ അത് അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രേക്ഷക എന്ന നിലയിൽ എൻ്റെ ഒരു മറുപടി. അപ്പോൾ വേശ്യാലയം നടത്തുന്ന ഇതേപോലുള്ള വേഷജന്തുക്കൾക്ക് ഇത്തരത്തിലുള്ള മറുപടി കൊടുക്കാൻ ഇവിടെ നല്ല ആൾക്കാരുണ്ട് എന്നുള്ളൊരു തെളിവാണ് അർമാൻ മാലിക്കിന് കിട്ടിയ ഈ ഒരു പണി. ഇവരെ കൂടുതൽ ശ്രദ്ധയിലേക്ക് വന്നതിൻ്റെ കാരണം ഇതിൽ ഒരു ഭാര്യ, പെണ്ണുങ്ങളിൽ ഒരെണ്ണം പായലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവന് ആകെ 4 ഭാര്യമാരാണുള്ളത്. 2 പേരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. 2 പേരിൽ ഇതിൽ 4 പേരിൽ ഒരു കുട്ടി അണ്ടർ ഏജിലുള്ളത് കുട്ടിയും കൂടെയാണ്. അപ്പോൾ ആ പേരുകൾ ഞാൻ പറയാം. പായൽ, കൃതിക, ഇവർ 2 പേരാണ് ഇപ്പോൾ കൂടെ ഉള്ളത്. ഇതിൽ പായൽ ചെയ്ത ഒരു കുരുത്തക്കേടിൻ്റെ പുറത്താണ് ജനശ്രദ്ധ വന്നതും ഈ പറയുന്ന ദവീന്ദർ രാജ്പുത്ത് ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാനുള്ള കാരണം. പിന്നുള്ളത് സുമിത്ര ലക്ഷ്യ. ഇങ്ങനെയാണ് ഈ പേരുകൾ. സുമിത്ര ലക്ഷ്യ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ ഇവനെയും 4 പെണ്ണുങ്ങൾക്കെതിരെയും സമൻസ് കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടുത്ത മാസം 2-ാം തീയതി കോടതിയിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം സമൂഹത്തിൽ പരത്തുന്ന ഒരു വൃത്തികേട്. ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഒരിക്കലും ഒരു മതത്തിൽ ഒരാളിൽ കൂടുതൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് വൈഗമിയാണ്. രജിസ്റ്റർ ചെയ്ത രേഖകൾ കൊണ്ട് നീ കോടതിയിലേക്ക് വരൂ എന്നാണ് ഈ രജ്പുത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമാണ്. ഒരിക്കൽ ഒരാളെയല്ലേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ള സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് സർക്കാർ സർട്ടിഫിക്കറ്റ് കൊടുക്കുക? ഇവിടെ എന്താണ് നടക്കുന്നത്? അപ്പോൾ കൂടെ ഉള്ളത് ഒരെണ്ണം പായലോ കൃത്തികയോ, ഒന്ന് മാത്രമേ ഭാര്യയുള്ളൂ, മറ്റത് വെപ്പാട്ടിയാണ്. പിന്നെ 2 പേര് പീഡിപ്പിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഇവർ 4 പേരെ സമൻസ് അയച്ച് വിളിപ്പിക്കുകയാണ്. ഇനി കോടതിയിൽ വിചാരണ നടത്തും. മാത്രവുമല്ല, നമ്മൾ പൊതുസമൂഹം, ഇപ്പം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആയാലും വ്യൂവേഴ്സ് ആയിരുന്നാലും നമുക്കൊരു അധികാരമുണ്ട്. നമ്മൾക്ക് ഈ വൃത്തികേട് കാണണ്ട. അത് നിങ്ങൾ വീട്ടിൽ നടത്തിക്കോളൂ. ഇപ്പോൾ വേശ്യാലയം നടത്താൻ നിങ്ങൾ വീട്ടിൽ നടത്തിക്കോളൂ. ഈ സാധനം പബ്ലിക്കിൽ കൊണ്ടുവന്നത് പബ്ലിക് ന്യൂസൻസ് ആക്കാതിരിക്കുക എന്നുള്ളതുമാണ് പുള്ളിയുടെ ഉദ്ദേശ ലക്ഷ്യം. അതും ആ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പബ്ലിക് ന്യൂസൻസ് ആണ്, ഇവരുടെ യൂട്യൂബ് ചാനൽ നിരോധിക്കണം എന്നാണ് ഈ പരാതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഈ പായൽ എന്ന് പറയുന്ന സ്ത്രീ ശക്തി ദേവി, അതായത് ഇപ്പോൾ അവരുടെ ദൈവവിശ്വാസം അതിനെ മോശപ്പെടുത്തിക്കൊണ്ട്, അപ്പോൾ അവർക്ക് എന്ത് തോന്നിവാസം കാണിച്ചാലും പൊതുസമൂഹം അക്സെപ്റ്റ് ചെയ്യുന്നൊരു തോന്നൽ വന്നുപോയി. ആ തോന്നൽ കാണിച്ച ഒരു വൃത്തികേടിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആണ് കേസ് മുൻപോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്താണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് കൗതുകം തോന്നാം.
ശക്തി ദേവിയുടെ അവരുടെ ആ മേക്കപ്പ്, അതായത് അവരെങ്ങനെയാണോ ഡ്രസ്സ് ഇടുന്നത് അതും അതിൻ്റെ ആ കിരീടവും ഒക്കെ വെച്ചിട്ട് ആ ദേവിയെ അതേപോലെ പുനരാവിഷ്കരണം നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള അവരുടെ ഡ്രസ് കോഡ്, അവരുടെ ആ ഒരു ഇത് ഒക്കെ തന്നെ ഒരു കമ്മ്യൂണിറ്റി അവഹേളിക്കുന്നതിന് തുല്യമായിരുന്നു. അപ്പം ഇത്തരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദേവി ആവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ദേവതകളെയും ദേവിയെയും ഒക്കെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഹിന്ദുക്കളുടെ അവരുടെ ഒരു മതവികാരത്തിന് വ്രണം ഏൽപ്പെട്ടു എന്നുമാണ് അത് രജ്പുത് അദ്ദേഹം കൊടുത്ത ഈ ഒരു പരാതിയിൽ സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ആ ദേവിയുടെ ആ ചിത്രം ഇടുന്നതിന് മുമ്പ് അവരുടെ ആ ഡ്രസ് കോഡ് നോക്കുക, വളരെ വൾഗറായിട്ടാണ്. മാത്രവുമല്ല നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചത്, മൈസെൽഫ് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നത് അർമാൻ മാലിക് എന്ന് പറയുന്നത് ഒരു ഇസ്ലാം നാമമാണ്. അപ്പോൾ ഈ നാമം ധരിച്ചിരിക്കുന്ന ആൾക്ക് 4 വിവാഹം കഴിക്കാം. തെറ്റായ ഒരു സാധനമാണിത്. ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ള ഈ വിവാഹ നിയമത്തിനെ പറ്റി കൃത്യമായി ബോധവൽക്കരണം നടത്താത്തതിൻ്റെ ഒരു തെറ്റാണ് ഇങ്ങനെയുള്ളവർ ഇത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും വേറെ നിവൃത്തിയില്ല, നിർവാഹമില്ല എങ്കിൽ മാത്രം ആദ്യത്തെ ഭാര്യയുടെ സമ്മതത്തോടു കൂടി മറ്റൊരു വിവാഹം കഴിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സമ്മതം എന്നതുകൊണ്ട് യെസ് എന്നല്ല, ആദ്യത്തെ ഭാര്യയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് പൂർണ്ണ ബോധ്യപ്പെടുത്തണം സമൂഹത്തിന്. അവർക്ക് കുഴപ്പമുണ്ട്, ആ കാരണം കാണിച്ചാണ് മറ്റൊരാളെ സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിലില്ല. ഒരാണിന് ഒരു പെണ്ണ് എന്ന കൺസിഡറേഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഭരണഘടന അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ 4 കെട്ടി 40 കെട്ടി നാക്കി പറഞ്ഞത് കണക്ക് നടക്കാൻ ആരും പറയുന്നില്ല. അങ്ങനെ നടക്കുന്നവന്മാർക്ക് ചില ദാഷ്ട്യത്തോടു കൂടിയുള്ള സംസാരം നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് അവർ വെല്ലുവിളിക്കുന്നത് പൊതുസമൂഹത്തെയാണ്. പൊതുസമൂഹത്തിന്റെ ഹെൽപ്പോട് കൂടിയാണ് അന്നം കുടിക്കുന്നതെന്ന് ഓർമ്മയില്ലാതെയാണ് ഈ തോന്നിവാസം പറയുന്നതെന്ന് ഓർത്തുകൊള്ളുക. ചിലരൊക്കെ വളരെ മാന്യന്മാർ ചമഞ്ഞുകൊണ്ട് വലിയ ചാനലും ഒക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഭയങ്കര വായ്ത്താളം അടിക്കുന്നതാണ്. അവർക്കൊക്കെ നല്ല വ്യൂമാണ്, ശരിയാണ്, അത്തരക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് താനും. പക്ഷേ അവർക്കൊക്കെ നട്ടലിൻ്റെ ഭാഗത്ത് വാഴപ്പിണ്ടിയാണെന്നുള്ളത് തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഫോൺ സംഭാഷണങ്ങളും കൂടെ നമുക്ക് വെളിവായി കിട്ടിയത്. കാരണം അവർക്ക് നട്ടല് ഇല്ല എന്നുള്ളതാണ്. നട്ടലില്ലാത്തവൻ ഇത്തരം കാര്യങ്ങൾ എടുക്കാതിരിക്കുക, ഇത്തരം കാര്യങ്ങൾ എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുക, രജ്പുത്തിനെ കണ്ടുപഠിക്കുക, എത്രത്തോളം തൻ്റെ അടുത്തോടു കൂടി സൊസൈറ്റിക്ക് ഉതകുന്ന രീതിയിൽ ജീവിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇത് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ചാനൽ നടത്തുന്ന ചില വൃത്തികെട്ട ജന്മങ്ങൾക്ക് വേണ്ടി പറഞ്ഞ ഒരു കാര്യമാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. അതൊരു മെയിൻ വിഷയമൊന്നുമില്ല. അത് നമുക്ക് വരും ദിവസങ്ങളിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവൻ കാണിക്കുന്ന ഈ വൃത്തികേട്, അവന്റെ ഭാര്യ ഗർഭിണിയാവുന്നു, ഗർഭം കാണിക്കുന്നു, അവന്റെ ഭാര്യ പ്രസവിക്കുന്നത് കാണിക്കുന്നു, അവന്റെ കുട്ടികൾ ഉണ്ടാകുന്ന കാണിക്കുന്നു, കുട്ടികൾ കളിക്കുന്ന കാണിക്കുന്നു. ഇതൊക്കെ പൊതുസമൂഹത്തിൽ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഞങ്ങൾക്കിത് കാണണ്ട, ഞങ്ങൾക്ക് ഇത് താല്പര്യം, നിങ്ങൾക്ക് സ്കിപ്പ് ഓപ്ഷൻ ഇല്ലേ, സ്കിപ്പ് ചെയ്തൂടെ എന്ന് ചോദിക്കാം. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക്, ഇപ്പം എനിക്ക് 2 ആൺമക്കളാണ്, 2 പേരിൽ ഒരാളെന്നുണ്ടോ എനിക്ക് 2 പെണ്ണ് കെട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ ത്രിശങ്കു സ്വർഗത്തിലാവും, അടിയാൻ പറ്റിക്കും. കാരണം അതിവിടെ നടക്കുന്ന കേസല്ല. ഒരു പെണ്ണിന്റെ മനസ്സ് വേദനിച്ച് മറ്റൊരു പെണ്ണിനെ അത് കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതേപോലെ ഇനിയിപ്പോൾ നാളെ പിറ്റേ നിന്നുകൊണ്ട് ഈ പെമ്പുള്ളർ പറയും എനിക്ക് 2 ആണുങ്ങളെ വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. നമുക്കൊരു നിലവാരമുണ്ട്, ആ സംസ്കാരത്തിൽ ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ വീട്ടിൽ വേശാലയം നടത്തുന്നതിനോട് എനിക്ക് തീർത്തും വിയോജിപ്പാണുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇവനെ ഭയങ്കര കൗതുകത്തോടെ നോക്കിയിട്ടുണ്ടായിരുന്നു. ദിലീപ് എന്ന പേരുള്ള ഇവൻ അത്യാവശ്യം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു പേര് സ്വീകരിച്ചത്. മതം മാറിയോ ഇല്ലയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇവൻ ബൈ ബർത്തിൽ ഇസ്ലാം അല്ല എന്നുള്ളതാണ് സത്യം. ദിലീപ് എന്നാണ് പേര്. ഇനി ഇവൻ അമ്പലത്തിൽ കാണിച്ച, അതായത് ആ ദേവിയെ കാണിച്ച ആ ഒരു ഇതിന് അവിടെ നിന്നുള്ളവർ ഇടപെട്ടു, ഇവനെ പിടിച്ചു, ഇവർ 2 പേരെയും പിടിച്ചു. ഇവർക്ക് 2 പേർക്കും പണിഷ്മെന്റ് കൊടുത്തിരുന്നു. ആ പണിഷ്മെന്റിന്റെ ഇതായിട്ട് അവിടെ വീട് വൃത്തിയാക്കുക, മീൻസ് അമ്പലം വൃത്തിയാക്കുക, പാത്രങ്ങൾ കഴുകുക, അങ്ങനെ കുറെ പണിഷ്മെന്റ് കൊടുത്തിരുന്നു. അത് അവർ ചെയ്തിരുന്നു. അതും വീഡിയോ ചെയ്ത് അതും പൈസ ഉണ്ടാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും സീൻ കോൺട്രയാണ്. അടുത്ത മാസം 2-ാം തീയതി കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് അടിസ്ഥാനത്തിൽ ഇവൻ ചെയ്തൊരു വ്യഭിചാരമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആക്ഷൻ ഉണ്ടാവും. അങ്ങനെ ആക്ഷൻ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കേരളത്തിലും ഇങ്ങനെ കുറേ പേരുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ട്രിപ്പിൾസ് പോലുള്ള ചാനലുകൾ. എന്ത് പറ്റിയെന്നറിയില്ല, ആ പിള്ളേരുടെ ചാനൽ ഇപ്പോൾ കാണാനില്ല. 2 ഭാര്യമാരോ ചിലപ്പോൾ ഒന്ന് പിണങ്ങി പോയിട്ടുണ്ടാകാം. അവർക്ക് പണത്തിനേക്കാൾ മൂല്യം അവരുടെ ജീവിതമാണെന്ന് തോന്നിക്കാണാം. അതിലൊന്ന് അങ്ങനെയായിരിക്കും പോയിട്ടുണ്ടാവുക. കുറച്ച് ദിവസമൊക്കെ ഇത് പണത്തിന് വേണ്ടി കാണിക്കാൻ പറ്റും. നിത്യാഭ്യാസം കാണിക്കുന്നവർ വെറും പണത്തിന് വേണ്ടിയിട്ടാണ്. നാളെ ശരീരം വിൽക്കാൻ പോലും അവർ തയ്യാറാകാം. അതൊന്നും നമുക്കൊന്നും പറയാനൊക്കത്തില്ല. അപ്പം സ്വന്തം സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവരും സ്വന്തം കുടുംബത്തിന്റെ മാനം, കുട്ടികളുടെ അഭിമാനത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാരണവശാലും ഇത്തരം ഒരു വൾഗാരിറ്റിക്ക് കൂട്ടുനിൽക്കില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ
വൾഗാരിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് നീക്കി നിർത്തണം. പക്ഷെ നമ്മൾ കേരളീയർ പൊതുവെ കാണിക്കുന്ന ഉദ്ഘാടനത്തിന് വിളിക്കുന്നു, പ്രോഗ്രാമിന് വിളിക്കുന്നു. ശരിയാണ്, ക്യൂരിയോസിറ്റിയുടെ പേരിൽ ആൾക്കാർ കൂടുതൽ വ്യൂ കിട്ടുമെന്ന് കരുതിയിട്ട് ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പലരും ഘോരഘോരം പറയുന്ന ഒരു കാര്യമാണ് റെഡ് സ്ട്രീറ്റിൽ കിടക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ നമ്മൾ ഭയങ്കരമായി പുകഴ്ത്തണമെന്ന്. സംരക്ഷിക്കണം, അവർക്ക് ആ തൊഴിലല്ലാതെ മറ്റു തൊഴിലുകൾ പറഞ്ഞു കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷെ അവരെ പുകഴ്ത്തരുത്. കാരണം ശരീരം വിറ്റ് ജീവിക്കുന്നത് ഒരു നല്ല ജീവിതമേ അല്ല എന്ന് ഞാൻ പറയും. അതിനേക്കാൾ ഉപരി വേറെ എന്താ പറയുക, കൂടുതലൊന്നും പറയാനില്ല. അങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്ന ഒരു പെണ്ണും സെൽഫ് റെസ്പെക്റ്റ് ഉള്ള പെണ്ണല്ല. അത്തരത്തിൽ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് എഗൻസ്റ്റ് ആണ് ഞാൻ ഓൾവേസ്. ഈ അർമാൻ മാലിക് എന്ന് പറയുന്ന ഈ വ്യക്തി അയാളുടെ കാമ കേളികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പെണ്ണുങ്ങളെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്നുള്ള സ്വബോധം പോലെ 2 പെണ്ണുങ്ങൾ അയാൾക്കൊപ്പം നിൽക്കുകയാണ്. കാരണം തന്നെ അവർക്ക് ആ ഒരു യൂട്യൂബിൽ കൂടെ വരുന്ന വരുമാനമാണ്. യൂട്യൂബിൽ വരുന്ന വരുമാനം കൊണ്ട് കുറേ സ്വർണവും വസ്ത്രവും തിന്നാനും ഒക്കെ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഈ പേക്കൂത്തിന് അവർ കൂട്ടു നിൽക്കുന്നത്. എന്ത് വൾഗറാണെന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം ഭർത്താവിനെ മറ്റൊരുത്തിക്ക് കാഴ്ച വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് തിന്നുന്ന പെണ്ണുങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ പായൽ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മനസ്സ് എത്ര വേദനിക്കും? അവൻ കൃത്തികയ്ക്കൊപ്പം കിടന്നിട്ട് തിരിച്ച് അവളിലേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് വൃത്തികെട്ട ചിന്താധാരയാണെന്ന് നോക്കൂ. ഇത് നടക്കുന്ന കാര്യമാണ്. പണ്ട് കാലഘട്ടങ്ങളിൽ ഇതിനേക്കാൾ വൾഗറിസം എവിടെ ഉണ്ടായിരുന്നു? അതൊക്കെ നിർത്തി ആളുകൾ നവോത്ഥാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തിരിഞ്ഞു നടക്കുന്ന ഇത്തരത്തിലുള്ള ഗോത്രജീവികളെ നമ്മളെടുത്ത് കിണറ്റിലിടണമോ വേണ്ടയോ? നിങ്ങൾ തന്നെ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം വിലയേറിയതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത മാസം 2-ാം തീയതി കോടതി സമൻസ് കൊടുത്തിരിക്കുന്ന ഈ 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ദേവിയുടെ വേഷം ധരിച്ചുകൊണ്ട് ദേവിയെ അവരുടെ ആ ഒരു മൂല്യത്തിനെ അവർ അപമാനിച്ചു എന്നുള്ളത് ആദ്യത്തെ കേസ്. രണ്ടാമത്, ഇത്രയധികം വിവാഹങ്ങൾ കഴിക്കുകയും അതിലൊരു പെൺകുട്ടി മൈനർ ആയിരുന്നു എന്നും വിവാഹം എന്ന രീതിയിൽ വ്യഭിചാരമാണ് നടത്തുന്നതെന്നുള്ള കൃത്യമായ തെളിവാണ് പുള്ളി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ആ ഒരു അഡ്വക്കേറ്റിന് എൻ്റെ വക ഒരു വലിയ സല്യൂട്ട് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു പ്രവൃത്തിയാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു വക്കീലില്ലാത്തത് സത്യം പറഞ്ഞാൽ ഖേദകരം എന്ന് മാത്രമേ പറയുള്ളൂ. ഞാൻ കുറച്ചുകൂടെ അന്വേഷണങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ഞാനൊരു വക്കീലിനെ കണ്ടിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, കോടതി മുഖാന്തരം നമ്മൾ കേസുമായി മുൻപോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം പബ്ലിക് ന്യൂയിസൻസ് ഈസ് ഓൾവേസ് എ പബ്ലിക് ന്യൂയിസൻസ് ആയി ഇവിടെ ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അതിനെതിരെ നമ്മൾ ശക്തമായി നടപടികളുമായി മുൻപോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. പ്രത്യേകിച്ച് ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് ചിലർ ഇതുപോലെ തോന്നിവാസങ്ങൾ കാണിക്കുന്നുണ്ട്. ദ റിയാലിറ്റി എൻ്റർലി ഡിഫറൻ്റ് ആണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വിവാഹത്തിനെയും അതിനോടനുബന്ധിച്ചിട്ടുള്ള നിയമങ്ങളെ പറ്റിയും കൃത്യമായി മനസ്സിലാക്കിയാൽ ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ വെക്കുന്ന ഒരു പ്രിവിലേജ് ആയിട്ട് ഒരുത്തനും എടുത്തു പറയത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പേര് തന്നെ പുള്ളി ഇങ്ങനെ അർമാൻ മാലിക് എന്ന് ഇട്ടത് ഇസ്ലാം കമ്മ്യൂണിറ്റി അവഹേളിക്കാൻ കൂടിയാണ്. സത്യത്തിൽ അതും കൂടെ ഒരു ഇസ്ലാം വിഭാഗത്തിൽ നിന്നുള്ള ഒരാളും കൂടെ അതിനെതിരെ പരാതി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അയാൾ മുസ്ലിം ആയിട്ടില്ല എങ്കിൽ, അഥവാ മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ തന്നെ ആ പറയുന്ന പെണ്ണുങ്ങളും അങ്ങനെ മാറേണ്ടി വരും. അല്ലാതെ ഈ തോന്നിവാസം അനുവദിച്ചു കൊടുക്കുന്നത് ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി നേരിടുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ്. ഈ പറയുന്ന പല 2 ഭാര്യ 3 ഭാര്യ 4 ഭാര്യ സിസ്റ്റം, ഇത് സത്യത്തിൽ എങ്ങനെയാണ് എന്താണെന്നോ അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിനെ അനുബന്ധിച്ചിട്ട് ചെയ്ത ഒരു സംഗതിയെ ഇന്നും അത് ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്ന അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം. അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാത്തടത്ത് അത് ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. അത് വൃത്തികേടാണ്. അതിനെ വ്യഭിചാരം എന്നാണ് പറയുക. ഒരു കാരണവശാലും അതിനെ 2 ഭാര്യ ഭർത്താവ് എന്ന് പറയത്തില്ല. ഒരു ഭാര്യയും അടുത്തത് വെപ്പാട്ടി എന്ന് തന്നെയായിരിക്കും പറയുക. ഇപ്പൊ കോടതിയും അത് തന്നെയായിരിക്കും ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്താൽ ക്രൈമാണ്. പക്ഷെ ഇതിനകത്തൊരു ക്ലൗസ് ഉണ്ട്. ആദ്യ ഭാര്യയുടെ സമ്മതമുണ്ടെങ്കിൽ ചെയ്യാം എന്നുണ്ടെന്ന് തോന്നുന്നു. അത് എനിക്ക് ഹിന്ദു ലോ അത്ര കറക്റ്റ് അറിയത്തില്ല, അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും. പക്ഷെ ഈ കൃത്തികയും പായലും ചെയ്യുന്നത് വളരെ വൃത്തികെട്ട ഒരു പരിപാടിയാണ്. ഭർത്താവിനെ വിറ്റ് ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഭർത്താവിനെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന 2 പെണ്ണുങ്ങൾ. അത് മാത്രമല്ല, ഭർത്താവിന് മുൻപ് ഒരു സ്ത്രീയെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു മുമ്പ് 2 സ്ത്രീകളെ ചെയ്തിട്ടുണ്ട്. അതിലൊരു കുട്ടി മൈനറും കൂടെയാണെന്ന് ഓർത്തു വയ്ക്കണം. ബലാത്സംഗ കേസിൽ പ്രതിയായ ബലാത്സംഗിയായ ഒരു ഭർത്താവിനെ കൊണ്ട് നടന്നിട്ട് ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മനോഘടനയിലേക്ക് ഈ പെണ്ണുങ്ങൾ താഴ്ത്തപ്പെട്ടു എന്നാണ്. നമ്മുടെ ഇന്ത്യൻ സംസ്കാരം എവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യൻ സംസ്കാരത്തെ പറ്റി നമ്മൾ വാതോരാതെ പ്രസംഗിക്കുന്നുണ്ട്. ഈ സംസ്കാരത്തിനെ തന്നെ അവഹേളിക്കുന്ന തരത്തിൽ ഇത്തരം വൾഗാരിറ്റി ഇവിടെ കാണുമ്പോൾ നമ്മൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കണ്ടേ? തീർച്ചയായിട്ടും പ്രതികരിക്കണം. മാത്രവുമല്ല, യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം വാർത്താ ചാനലുകൾക്ക് സിമിലർ ആയിട്ടുള്ള സംഗതികളാണ്.
വാർത്താ ചാനലുകൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അവർക്ക് അവിടെ എഡിറ്റോറിയൽ ഉണ്ടാകും, അത്യാവശ്യം ചീഫ് എഡിറ്റർ അങ്ങനെ ലെവലിൽ ആൾക്കാരുണ്ടാകും, അവർ എഡിറ്റ് ചെയ്യും. അത് മാത്രവുമല്ല ചില നിർദ്ദേശങ്ങൾ കൊടുക്കും. വൺ സൈഡും പറയാനേ പറ്റുള്ളൂ. കാരണം അവർക്ക് രാഷ്ട്രീയപരമായ പ്രഷർ ഉണ്ടാകും, അവരുടെ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പരസ്യങ്ങൾ വേണം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് ചില കാര്യങ്ങൾ ഒളിച്ചു വെക്കേണ്ടതായിട്ട് വരും. അതേസമയം യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ ജെന്യുവനായി ഇൻഡിപെൻഡൻ്റ് ആയി ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമാണ്. അങ്ങനെയുള്ള ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള, അതും 100, 200, 400K ഒക്കെ ഉള്ളവർക്ക് വളരെ ധൈര്യസമേതം നിൽക്കാൻ കഴിയണം. അല്ലാത്ത പക്ഷം നിങ്ങളെ വിശ്വസിച്ചു നിങ്ങൾക്കൊപ്പം ചേർന്ന് വന്ന സബ്സ്ക്രൈബേഴ്സിനും വാഴപ്പിണ്ടിയാണ് നട്ടലിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയേണ്ടി വരും. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ചിലരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന മാപ്പാണ്. ആ മാപ്പ് കോടതിയിൽ പോയി പറയുന്നതല്ലേ സുഖം എന്നാണ് എൻ്റെ ഒരു അനുഭവം. പിന്നെ ഈ അർമാൻ മാലിക്കിന്റെ കേസ് പറയുകയാണെങ്കിൽ സത്യത്തീവന് പൊതുമധ്യത്തിൽ വലിച്ചു കീറി ഒട്ടിക്കുകയാണ് വേണ്ടത്. തുണിയില്ലാതെ നടത്തണം. അവൻ അത്ര കഴപ്പാണോ എന്നാണ് അറിയേണ്ടത്. 2 പെണ്ണുങ്ങളെയും വെച്ച് അവൻ കാണിക്കുന്ന ആ വൃത്തികേടുണ്ടല്ലോ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ കുടുംബത്തിലുള്ള ഒരു വ്യക്തി ഇത് ചെയ്യത്തില്ല. മാന്യനായ ഒരു വ്യക്തി ഇത് ചെയ്യത്തില്ല. ഇത് പെണ്ണ് ചെയ്താൽ മറ്റതൊന്ന് പറയുകയും ആണ് ചെയ്താൽ മേന്മയാണെന്ന് പറയുന്നതും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. കോടതി നല്ല തീരുമാനം തന്നെ എടുക്കട്ടെ. നമുക്കും കാത്തിരിക്കാം. സെപ്റ്റംബർ 2 അവർക്ക് സമൻസ് പോയിട്ടുള്ളത്. ഈ 4 പെണ്ണുങ്ങളെ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.